ഹായ്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എൻ്റെ പ്രഗ്നൻസി ജേണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. പ്രഗ്നൻസി ജേണി എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ സിംറ്റംസ് ആണ്. സോ ഇയർലി പ്രഗ്നൻസി സിംറ്റംസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താല്പര്യമുള്ളവർ കണ്ടു കാണും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ അറിയാമല്ലോ, 0 to 3 months. അയ്യോ, എനിക്ക് നോക്കി പറയാനൊന്നും വയ്യ. അങ്ങനെയാണ് 4 to 7, അടുത്ത 7 to 9 അങ്ങനെ വരും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രൈമിസ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ എനിക്ക് കുറച്ച് അടിവയറ് വേദന ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അടിവയറ് വേദന. ഈ അടിവയറ് വേദന ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പേടിയാണ്, ദൈവമേ ഇത് പീരീഡ്സ് ആവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ഇഷ്യൂ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് അത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. സോ അല്ലാതെ എനിക്ക് രാവിലെ എണീറ്റതും വോമിറ്റ് ചെയ്യും, അങ്ങനത്തെ മോർണിംഗ് സിക്നസ് ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എരിച്ചിലായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു എന്നുവെച്ചാൽ ഛർദ്ദിച്ച് കളഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ, അങ്ങനെ ഒരു രീതി എനിക്കുണ്ടായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ചെറുതായിട്ടൊരു സ്പോട്ടിങ് പോലെ വന്നു. അതും 3 months ആയിട്ട്. സോ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഓൾറെഡി ഭയങ്കര പേടിയാണ്. ഇത് നല്ല രീതിയിൽ പോകുമോ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ടീംസാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു ബോംബ് ഇട്ടതുപോലെ ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. ചെറിയ സ്പോട്ടിംഗ് ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതും അങ്ങനെ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ആളവിടെ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ചത് വെറുതെയാണ്. സോ 3rd month അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നല്ല കെയർഫുള്ളായിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ അങ്ങ് സ്റ്റെപ്പ് കയറണ്ടെന്ന് പറഞ്ഞു. കെയർഫുള്ളായിട്ട്. പിന്നെ എനിക്ക് നേരത്തെ അബോഷൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ട് അതിനെന്താണ് പറയുന്നത്, ഓൾറെഡി ഒരു ഇതുള്ളത് കൊണ്ട് ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പൊന്നും കയറണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമുക്കൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, 5th month ചടങ്ങൊക്കെ. അതുകൊണ്ട് തറയിലിരിക്കാതെ എനിക്ക് വേണ്ടി ചെയറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. കാരണം കുറച്ച് സേഫ്. നമ്മൾ ഈ ചടങ്ങൊക്കെ ഇന്ന് ഒരു ദിവസത്തെ കാര്യമുള്ളൂ, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോക്കിയ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നാണ് ചടങ്ങൊക്കെ ചെയ്തതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. സെക്കൻഡ് ട്രൈമിസ്റ്റർ ഞാൻ കുറച്ചുകൂടെ എനർജറ്റിക് ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞാൻ ആ സമയത്തൊക്കെയാണ് കുറേ വീഡിയോസൊക്കെ എടുത്തങ്ങ് തകർത്ത സമയമാണ്. സോ സെക്കൻഡ് ട്രൈമിസ്റ്റർ സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഇതുണ്ട്, ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഛർദ്ദിക്കാനായിട്ട് ഇങ്ങനെ തോന്നുമെന്ന് വെച്ചാൽ ഛർദ്ദിച്ച് കളഞ്ഞാൽ ഒരു സമാധാനം, അങ്ങനത്തെ രീതിയിലുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ പോയി. സെക്കൻഡ് ട്രൈമിസ്റ്റർ കഴിഞ്ഞു. 3rd ട്രൈമിസ്റ്ററിലോട്ട് പോയി. 3rd ട്രൈമിസ്റ്റർ എന്ന് വെച്ചപ്പം 7th ശേഷം അങ്ങനെ 7th month ചടങ്ങും കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നു. അങ്ങോട്ട് പോയപ്പോൾ കാലിൽ നീര് വരാൻ തുടങ്ങി. കാരണം ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് വെച്ചു. 68, 70 പോയി. 56 ഒക്കെ ആയിരുന്നു ഞാനാണ്. 70, 72 അങ്ങനെയൊക്കെ പോയി. സോ വെയിറ്റൊക്കെ വെച്ച് 3rd ട്രൈമിസ്റ്ററിൽ അതായിരുന്നു ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇത് പിന്നെ ഒരു മെയിൻ ഇതാണ് മസിൽ ക്രാംസ്. ഇതുണ്ടല്ലോ, കാലിൽ മസിൽ പിടിക്കുന്നത്, അതും വല്ലാത്തൊരു പരിപാടിയായിരുന്നു 3rd ട്രൈമിസ്റ്ററിൽ. സോ 3rd ട്രൈമിസ്റ്ററിൽ ഇതും പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ആയിരുന്നു. ഞാൻ മര്യാദയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെയൊക്കെ ഇരുന്ന സമയമാണ്. കുഞ്ഞിൻ്റെ അനക്കവും നോക്കി വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോഴാണ് കൊണ്ടുപോയി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, നോർമലായിരുന്നു. പിന്നെ അടുത്ത ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് അല്ല, നോർമൽ ഷുഗർ ടെസ്റ്റാണ് ചെയ്തത്. അന്ന് എന്താണെന്ന് ഞാൻ രാവിലെ പോകുന്ന വഴിക്ക് കരിക്കും വെള്ളവും ഒരു 2-3 കരിക്കും വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോയി അതിനെ കുടിച്ച് അതായിരിക്കാം
അത് കാരണമാണെന്നാണ് തോന്നുന്നത്. അത് കുടിച്ചു. പിന്നെ അങ്ങനെ ഫാസ്റ്റിങ്ങിൽ ഒന്നും കുടിച്ചില്ല കേട്ടോ. ഫാസ്റ്റിങ്ങിൽ ഫാസ്റ്റിങ്ങിൽ ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നല്ല രീതിയിൽ അവിടെ നിന്ന് ബൊഫേ ടൈപ്പ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാം കൂടെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 200 എത്രയോ ഷുഗർ വന്നു ആഫ്റ്റർ മീൽ. അങ്ങനെ ഷുഗർ ഉണ്ടെന്നായി. പക്ഷേ ഡോക്ടറിനോടെങ്കിലും എനിക്ക് പറയാമായിരുന്നു കരിക്കും വെള്ളം ഞാൻ കുടിച്ചു എന്ന്. അപ്പോൾ എനിക്ക് പറയാനൊന്നും മൈൻഡിലൊന്നും വന്നില്ല. അതുകൊണ്ട് ഡെയിലി എനിക്ക് ഷുഗർ ടെസ്റ്റ് ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ച് വീട്ടിൽ ചെയ്ത് നോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡെയിലി 3 നേരവും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ലെവൽ കടന്ന് പോവുകയാണെങ്കിൽ അവിടെ പോയി അഡ്മിറ്റ് ചെയ്യും. സോ ലെവൽ കടന്ന് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപാണെങ്കിൽ 90-95 കഴിച്ചതിന് ശേഷമാണെങ്കിൽ 140 ആ ഒരു റേഞ്ച്. അന്ന് മുതൽ എനിക്ക് പിന്നെ ഫുഡിൻ്റെ ഇതെല്ലാം ഇത് പോയി എന്ന് വെച്ചാൽ നേരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. റാഗി എടുക്കാൻ തുടങ്ങി, റാഗി ദോശ, പിന്നെ അങ്ങനത്തെ പരിപാടി. രാവിലെയാണ് എനിക്ക് ഷുഗർ കുറച്ച് കൂടുന്ന ടൈപ്പ്. ഉച്ചയ്ക്കും രാത്രിയും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഫുഡ് ഞാൻ എല്ലാം കൺട്രോളിലായി. ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കാതെയായി, മാങ്ങയും ഒന്നും കഴിക്കാതെയായി. അങ്ങനെ നോക്കി. സോ അതൊരു വിനയായിരുന്നു ഒരു ഷുഗർ വന്നത്. അപ്പോൾ പക്ഷേ എല്ലാം നോർമലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ടൊന്നും കൂടെയൊന്നും ചെയ്തില്ല ഷുഗർ. ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്ലൂക്കോമീറ്റർ വെച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു, അതിൻ്റെ നോർമൽ റേഞ്ചിൽ തന്നെ വന്നുകൊണ്ടിരുന്നത്. സോ അത് തന്നെയായിരുന്നു തേർഡ് ട്രൈമിസ്റ്റർ. എന്താണ് 9 മാസം കംപ്ലീറ്റ് ആയി. 9 മാസത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് 37 മാസമല്ലല്ലോ, 37 ആഴ്ച കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു സ്കാനിങ് ഉണ്ടല്ലോ. ആ സ്കാനിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ആവശ്യത്തിനുള്ള വെയിറ്റൊക്കെ ആയി, അപ്പോൾ ഇത് ഇവിടെ അഡ്മിറ്റ് ആവുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 37 ആഴ്ച കഴിഞ്ഞ് ബാഗോടെ കൊണ്ടുപോയത് കൊണ്ട് അവിടെ തന്നെ അങ്ങ് അഡ്മിറ്റായിട്ട് അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേണി. അപ്പോൾ ഇതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാതെ പോയെന്ന് പറയാം. പിന്നെ വണ്ണം വെച്ചത് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നോർമൽ സ്കിൻ ചേഞ്ചസ് ഒക്കെ ധാരാളം. നെക്ക് ഇവിടെ ഡാർക്ക്നെസ്, പിന്നെ ഫേസ് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഡാർക്കൊക്കെ ആയി. ഡാർക്കെന്ന് വെച്ചാൽ ഒരു ഫെയ്ഡ് ഒരു ഇതായിട്ടായി. തടി വെച്ചു. പിന്നെ എല്ലാം സാധാരണ എല്ലാ പ്രഗ്നൻസി ടൈമിലും വരുന്ന ഇതൊക്കെ തന്നെയാണ്. പ്രഗ്നൻസി ഗ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഗ്ലോയും ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, എല്ലാവരും പ്രഗ്നൻസി ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള ഗ്ലോയും കൂടെ പോയി. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ പ്രഗ്നൻസി ജേർണി.